അർജന്റീന ടീമിനെ കേരളത്തിലെത്തിക്കാൻ സ്പോൺസർഷിപ്പിന്റെ ഭാഗമായി നടത്തിയ പണപ്പിരിവും തട്ടിപ്പും സർക്കാർ അന്വേഷിക്കണമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി AKGSMA ജസ്റ്റിൻ പാലത്തറ വിഭാഗം സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. കൃത്യമായ അന്വേഷണം നടത്താതെ സർക്കാർ എടുത്തുചാടിയതെന്നും S. അബ്ദുൾ നാസർ മീഡിയ വണിനോട്. ഫുട്ബോൾ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്നതാണ് മെസ്സിയുമൊപ്പം അർജന്റീന ടീമും കേരളത്തിലേക്ക് ഫുട്ബോൾ തട്ടാൻ എത്തുമെന്നുള്ള വാർത്ത. അതിന് നിരവധി സ്പോൺസർമാരെ ബന്ധപ്പെട്ടു. ആദ്യഘട്ടത്തിൽ തന്നെ ഓൾ കേരള ഗോൾഡ് ആൻഡ് മർച്ചന്റ്സ് അസോസിയേഷനാണ് സ്പോൺസർഷിപ്പുമായി മുന്നിലേക്ക് വന്നെന്ന വാർത്തകൾ വന്നിരുന്നു. എന്നാൽ അതിന്റെ ഒരു വിഭാഗമാണ് ഇത്തരത്തിൽ ഒരു പണപ്പിരിവ് ഉൾപ്പെടെ നടത്തിയെന്ന പരാതിയുമായി സർക്കാരിനെ സമീപിച്ചിരിക്കുകയാണ് ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷന്റെ ഔദ്യോഗിക വിഭാഗം. എന്തായാലും പരാതി അന്വേഷിച്ച് മുന്നിലേക്ക് പോകണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. എന്താണ് നമ്മുടെ ഈ പരാതിയുമായി ബന്ധപ്പെട്ട ഒരു ഇതിലേക്ക് എത്തിയിരിക്കുന്നത്? ഇത് കഴിഞ്ഞ നവംബറിലാണെന്ന് തോന്നുന്നു ജസ്റ്റിൻ വിഭാഗം എന്ന് പറയുന്ന AKGSMAയിൽ നിന്നും പിളർന്നു പോയ ഒരു വിഭാഗം ഗവൺമെൻറ്റുമായി ചേർന്നുകൊണ്ട് കായിക മന്ത്രിയുടെ പത്രസമ്മേളനമാണ് നമ്മൾ കാണുന്നത്. അർജന്റീനൻ ടീം കേരളത്തിൽ വരികയും ലയണൽ മെസ്സി ഉൾപ്പെടെയുള്ളവർ വരിക എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് വലിയൊരു സ്പോൺസർഷിപ്പ് ഈ വിഭാഗം ഗവൺമെൻറ് നൽകാം എന്നുള്ള രീതിയിലുള്ള ചർച്ചകളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തിയതെന്നാണ് നമ്മൾക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞങ്ങളതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ ഗവൺമെൻറ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നതിന് മുമ്പായി ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തുകയോ ചർച്ചകൾ നടത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലുള്ള മെസ്സേജുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു സംഘടന ഇത്രയും വലിയൊരു സ്പോൺസർഷിപ്പുമായി വരുമ്പോൾ ബഹുമാനപ്പെട്ട കായിക മന്ത്രിയും ഗവൺമെൻറ്റും ഈ സംഘടനയെക്കുറിച്ചും ഈ സംഘടനയ്ക്ക് ഇത്രയും വലിയൊരു സ്പോൺസർഷിപ്പ് നടത്താനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് ഗവൺമെൻറ് അന്വേഷിക്കേണ്ടതായിരുന്നു. അത് അന്വേഷിക്കാതെ അവരെയും ഒപ്പം കൂട്ടി പത്രസമ്മേളനം നടത്തി ജനങ്ങളോട് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അവരുടെ സ്പോൺസർഷിപ്പ് തേടി അവരുടെ ചെല്ലുമ്പോൾ അവർ കൈമലർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സാഹചര്യമാണ് കേരളത്തിൽ നിൽക്കുന്നത്. ഞങ്ങൾ ഇന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കേരളത്തിൽ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ മാതൃകയിൽ ഗ്രാൻഡ് കേരള കൺസ്യൂമർ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ് ഒരു 6 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ഫെസ്റ്റിവലിന് ഇവർ തുടക്കം കുറിച്ചു. ഈ ജസ്റ്റിൻ പാലത്തറ വിഭാഗം അവർ ഒലോപ്പോ എന്നൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്ത് കേരളത്തിലെ സ്വർണ്ണ വ്യാപാരികളെ അതിനെ പങ്കാളികളാക്കാൻ ശ്രമിച്ചു. അതിന് അംഗത്വം എടുക്കുന്നതിന് 10,000 രൂപ കൊടുക്കണം. 17.5 കിലോ സ്വർണം സമ്മാനമായി ലഭിക്കുമെന്ന് പറഞ്ഞ് അവർ പ്രചരണം നടത്തി. കേരളത്തിലെ ഏത് ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങിയാലും അവർ 17.5 കിലോ സ്വർണം സമ്മാനം നൽകും എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളാണ്. 17.5 കിലോ സ്വർണവും കൊടുത്തില്ല, ഇവരുടെ പ്രചരണങ്ങളും നടത്തിയില്ല. ഒലോപ്പോം എന്നുള്ള ആപ്പിൻ്റെ സ്ഥിതി എന്താണെന്ന് അറിയത്തില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മെസ്സി വരുത്തില്ല എന്നുള്ള ഒരു വലിയ പ്രചരണങ്ങൾ ഇപ്പം നമ്മൾ വാർത്തകളിലൂടെ കാണുന്നത്.